താഴത്തെ വീട്ടിലെ സോമൻ ചേട്ടനാണെങ്കിൽ പുതിയൊരു ബുള്ളറ്റ് മേടിച്ചു. സോമൻ ചേട്ടന്റെ ഭാര്യ ചന്ദ്രയെ എന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഏട്ടായി പുതിയ ബുള്ളറ്റ് വാങ്ങിച്ചു, നീ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഞാൻ നടക്കും, എനിക്ക് ഇഷ്ടം നടന്നു പോകുന്നതാ എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേനും ഈ സോമൻ ചേട്ടൻ ഇതിലെയാണ് ഈ വഴി കൂടെ താഴോട്ട് പോകുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ബുള്ളറ്റ് മേടിച്ചതിന് ശേഷം ഇയാളൊരു 100 തവണ ജംഗ്ഷനിലോട്ട് പോകും. ഒരു കാര്യമുള്ളതല്ല. അല്ലാത്ത സമയത്ത് ഒരു തേങ്ങ വീണാലോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും ഒന്ന് കിടന്ന് കാറിയാൽ പോലും പുറത്തു വരാത്ത ആൾക്കാരാ ഇവര്. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ 100 തവണ ഇവര് പോകുന്നേ. പോയിച്ചിങ്ങനെ വരുമ്പോഴത്തേന് കയ്യിലൊരു സാധനമില്ല, ഒന്നുമില്ല. അപ്പം ഈ മുന്നിക്കാൻ വരുമ്പോഴത്തേന് ഈ വണ്ടിക്ക് അങ്ങ് സ്പീഡ് കുറയും. എന്നിട്ട് ഈ കണ്ണിങ്ങോട്ട് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ പിന്നെ ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരു ദിവസം ബുള്ളറ്റ് എടുത്ത് 3-ന്റെ അന്ന് ഇതിലേ വന്ന് ഒരു കാര്യമില്ലാതെ ഇവിടെ നിർത്തിയിട്ട് ചോദിക്കുവാ, നിന്റെ കെട്ടിയൻ എന്തെന്ന് ചോദിച്ചു. ഞാൻ അന്നേരം ആലോചിക്കും, ഇതുവരെ ഇങ്ങനെ കയറി വിളിച്ച അക്ഷരം ഇണ്ടാത്ത ഒരു മനുഷ്യൻ ഇന്ന് വന്നിട്ട് ഇതിന്റെ കെട്ടിയൻ എന്തെന്ന് ചോദിക്കുന്നത് എന്തിനാ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, സോമൻ ചേട്ടന്റെ പുതിയ വണ്ടിയാണോ എന്ന് ചോദിച്ചു. ആ പുതിയ വണ്ടിയാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്തോ 2 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം രൂപയ്ക്ക് അങ്ങാണ്ടാണ് സാധനം മേടിച്ചത്. ഞാൻ പറഞ്ഞു, ഹെൽമെറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് പോണേ. ഒന്നാമത് ഈ 100 നാൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേന് എവിടെയെങ്കിലും വീണ് കാലോ കൈയോ ഒടിഞ്ഞ് ഒക്കെ പോയാൽ എന്ത് ചെയ്യൂന്ന് പറഞ്ഞു. അങ്ങേര് പോയി ആ താഴോട്ട് ചെന്നില്ല, താഴെ വയലാ. അവിടെ അങ്ങാണ്ട് ചെന്ന് വീണെന്നോ തല പൊട്ടിയെന്നോ മൂക്ക് ചളിങ്ങിയെന്നോ പിന്നെ ഈ പല്ലെല്ലാം കൂടി ഇടിച്ച് അകത്തോട്ട് പോയെന്നോ ഒക്കെ പറയുന്നു. എന്നിട്ട് പിന്നെ വന്നിട്ട് എന്നെ വന്ന് കരിങ്കണ്ണി എനിക്കറിഞ്ഞൂടാ എന്റെ പിള്ളേരെ. ഇവിടെ എങ്ങാണ്ട് നിന്നൊരു അവിടെ എങ്ങാണ്ട് ഈ താഴത്തെ വീട്ടിലെ ലത ചേച്ചിയുടെ വീട്ടിലെ കറിവേപ്പില, എന്ത് കറിവേപ്പിലയാന്ന് പറഞ്ഞപ്പോ അത് പിറ്റേ ദിവസം എങ്ങാണ്ട് ഇവര് ചൂടുവെള്ളം എല്ലാം കൊണ്ട് ഒഴിച്ചായിരിക്കും ഓർക്കാതെ അതങ്ങ് കരിഞ്ഞു പോയി. അതിന് അവർ എന്നോട് പറയുന്നത് അത് എനിക്ക് കരിങ്കണ്ണാണ്.